ഈ പണ്ടത്തെ ഫാൻ ബോയ്സ് ഒക്കെ ഇപ്പൊ ഡയറക്ടേഴ്സ് ആയല്ലോ, അപ്പൊ എന്താ ഫീൽ ചെയ്യുക ശരിക്കും? നല്ല കാര്യങ്ങളല്ലേ. ഇപ്പം നമ്മുടെ സീനിയേഴ്സിൻ്റെ കൂടെ ഞാൻ ആദ്യം കണ്ട ഹീറോ ആണ് മമ്മൂക്ക. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് റീന ചേച്ചി മമ്മൂക്കയും കൂടി ഉള്ള ഒരു സീനാണ്. ഈ ടീം എന്നിലാണെന്ന് സംശയമുണ്ട് ആ പടത്തിൻ്റെ പേര്. അതിനകത്ത് ഞാൻ ആദ്യമായിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാണുന്നതാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര സിനിമകൾ അഭിനയിക്കാൻ പറ്റി. അപ്പോൾ അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അദ്ദേഹത്തിനോട് അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു, പിന്നീട് സിനിമകൾ അഭിനയിച്ചു, അദ്ദേഹത്തിൻ്റെ അനിയനായിട്ട് കമ്മത്തം വരെ ചെയ്തു. വെച്ചാൽ അങ്ങനെയുള്ള കമ്മത്തം കുറേ പടങ്ങളിൽ തന്നെ നമുക്ക് ഭാഗമാകാൻ പറ്റിയിരുന്നു. അപ്പം അതൊക്കെ ഒരു ഭയങ്കര വേറൊരു, ഇപ്പം ഈ ധനുജ പറയുന്ന പോലത്തെ വേറൊരു ഫീലല്ലേ. സെന്തിൽ ശരിക്കും എങ്ങനെ ഉണ്ടായി ജേർണലിസ്റ്റ് ആയിട്ട്? റിയൽ ലൈഫിൽ ആരെങ്കിലും റെഫറൻസ് ഒക്കെ എടുത്തോ? ഇല്ല, ധനഞ്ജയ് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കുറേ പേരുടെ കുറേ ആദ്യം പറഞ്ഞ ഒരു ശൈലി മാറ്റിയിട്ട് പുള്ളി വേറൊരു ഇത് പറഞ്ഞു. ഫാഹിനും അതിൻ്റെ ആ ഡയലോഗ് ഡെലിവറി വേറൊരു രീതിയിൽ പറയാനൊക്കെ എങ്ങനെ പറഞ്ഞു. ആ ചൂടാകുന്ന ആ സംഭവമൊക്കെ അവർ പറഞ്ഞു തന്ന പോലെ ചെയ്യുന്നേ ഉള്ളൂ. ഈ ഇതിനകത്ത് റിയൽ ഓജി ഉണ്ടല്ലോ, ദിലീപേട്ടൻ്റെ രോമാഞ്ചം വന്ന ഇങ്ങനെ കൈയൊക്കെ രോമാഞ്ചം വന്ന മൂമെന്റ് ഉണ്ട്. ശരിക്കും ലാലേട്ടനെ ഫസ്റ്റ് കണ്ടപ്പോഴും അങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഞങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഞാൻ ലാലേട്ടനെ ആദ്യമായിട്ട് നേരിട്ട് കാണുന്നത് വിഷ്ണുലോകത്തിൻ്റെ ഷൂട്ടിങ്ങിലും. അപ്പോഴാണ് ഞാൻ ലാലേട്ടൻ അവിടെ ഒരു ടെൻറ്റിൽ ഇങ്ങനെ ഇരിക്കുന്നത്. അതാണ് ഞാൻ ആദ്യമായിട്ട് പുള്ളിനെ കാണുന്നത്. അതിനുശേഷം ദൈവം അനുഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരുപാട് സിനിമകൾ വർക്ക് ചെയ്യാൻ പറ്റി, അഭിനയിക്കാൻ പറ്റി. ഞങ്ങൾ ഫസ്റ്റ് ഈ ബബ്ബയുടെ റൂമേഴ്സിനെ കുറിച്ച് ഇങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ വിളിച്ച എൻ്റെ ചേട്ടൻ വരും, അങ്ങനെ വന്ന ലാലേട്ടനെ വന്നിങ്ങനെ എപ്പോഴും ഞങ്ങളിങ്ങനെ പറയാറുണ്ട്, ദിലീപേട്ടൻ വിളിച്ച് ഏട്ടൻ വന്നു എന്ന് പറയും. ശരിക്കും നിങ്ങൾ തമ്മിലൊരു ഭയങ്കര ബ്രദർലി ഫീൽ ഉണ്ടല്ലോ. ഇപ്പം തുടക്കത്തിൻ്റെ പൂജയ്ക്ക് ദിലീപേട്ടൻ പോയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ്റെയും ഒരുപാട് മൊമെന്റ്സിൽ ദിലീപേട്ടനുണ്ട്. ശരിക്കും നിങ്ങൾ തമ്മിൽ ശരിക്കും അങ്ങനെ ഒരു ബ്രദർഹുഡ് ഫീൽ? നമ്മുടെ മനസ്സിൽ സഹോദരൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. നമ്മൾ കണ്ടിഷ്ടപ്പെട്ട് എത്രയോ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരാളല്ലേ. അപ്പോൾ ആ ഒരു കെമിസ്ട്രി ഉറപ്പായിട്ടും സ്ക്രീനിലും വർക്കൗട്ടായിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയാണ് അത്. കാരണം എൻ്റെ 4 പേരാണ് എൻ്റെ സീനിയേഴ്സ്: മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ജയറാമേട്ടൻ. അവരെ നമ്മൾ ആ സ്ഥാനത്താണ് കണ്ടിരിക്കുന്നത്. വലിയേട്ടൻ, കൊച്ചേട്ടൻ, ചേട്ടൻ എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്താണ് അവർ. ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് വന്ന തലമുറകളുണ്ട്, മറ്റുള്ള ഹീറോസ് കാര്യങ്ങൾ. അപ്പോൾ രണ്ടിൻ്റെയും നടുക്കുള്ളൊരു ബ്രിഡ്ജാണ് ശരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താ പറയുന്നത്, അദ്ദേഹം നമ്മുടെ സിനിമയിൽ അഭിനയിക്കാൻ വന്നു എന്ന് പറയുന്ന ചിലപ്പോൾ എല്ലാവരും വരണം എന്നൊന്നുമില്ല. അദ്ദേഹം ഈ സിനിമയുടെ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ ഇതൊരു ലോജിക്കില്ലാത്ത സിനിമയാണ്, ഇതിന് കഥയില്ല. പക്ഷേ ഇത് ലാലേട്ടനെ ചെയ്യാൻ പറ്റും. ഈ ലാലേട്ടനല്ലാതെ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് നോക്കി, ഇമ്പാക്റ്റ് ഉണ്ടാവില്ല. ഈ ഡാൻസ് ശരിക്കും നിങ്ങൾ കുറെ കഷ്ടപ്പെട്ടു? ഇല്ല, അവിടെ വെച്ച് സാൻഡി മാസ്റ്റർ പഠിപ്പിച്ചു, ഞങ്ങളത് അവിടെ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്തതാണ്. ഈ ഇന്റർവെൽ ബ്ലോക്കിന്റെ അടിയിൽ റിയാസ് ഖാൻ വന്നിട്ട് 3 ഡയലോഗ് ഒരു പഞ്ചില് തിയേറ്റർ ഭയങ്കരമായിട്ട് ഇളകി പറഞ്ഞു. അപ്പൊ ധനഞ്ജയനോട് വെച്ചപ്പോ ധനഞ്ജയ പറഞ്ഞില്ല, ഇതിലൂടെ ചിരിച്ചോണ്ട് അടിക്കണം. അതാണ് ഈ ടീസറിലടക്കം വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ സോന പാട്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപേട്ടൻ ഫാൻസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഭയങ്കര സെലിബ്രേഷൻ മൂഡില്ല. ഈ ഇന്റർവെൽ ബ്ലോക്കിൽ ഞാൻ അറിഞ്ഞൊരു ബാക്ക് സ്റ്റോറി വെച്ചിട്ട് കുറെ അധികം ആക്ഷൻ ബ്ലോക്കുകളുണ്ട്. അപ്പൊ ദിലീപയുടെ ഫിസിക്കലി ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയായിരുന്നു ഇന്റർവെൽ ബ്ലോക്ക് ഷൂട്ട്? നൈറ്റിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. എനിക്ക് തോന്നുന്നത് എടുത്ത ഫൈറ്റ്സ് എല്ലാം ഒന്നും വെട്ടിക്കാട്ടി കളഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ എല്ലാവരും കൂടി ഉള്ള ഒരു ഹരം സാധനമുള്ളത്. നമുക്കും ഈ ആക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങുകയല്ലേ. പിന്നെ ഈ ഭ്രാന്ത് വന്നാൽ പിന്നെ ആ ഒരു മൂഡിലല്ലേ നിൽക്കുന്നത്. നമുക്ക് ആവേശമുള്ള അടിക്കാൻ ആ പാടാ, അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. ഇപ്പൊ കഥ പറയുമ്പോഴും അതായിരുന്നു ഏറ്റവും എക്സൈറ്റിംഗ് പോയിന്റ്, ആക്ഷനൊക്കെ കുറച്ച്. കഥ പറഞ്ഞാൽ വേറെ തരത്തിലുള്ള സിനിമയുടെ ഭാഗമാവുന്നു, അതേ പറയാൻ പറ്റുള്ളൂ. ഈ സിനിമയുടെ ഫെയ്റ്റോ അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നുമല്ല. ഈ സിനിമ തിയേറ്ററിൽ ആഘോഷിക്കുന്നൊരു സിനിമയായിരിക്കണം എന്നാണ് ഇതിലുള്ള എല്ലാവരുടെയും ചിന്തയും കാര്യങ്ങളും. അത് വർക്കൗട്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ ഇത്രയും വലിയ ആഘോഷം നടത്തിയൊരു സിനിമ മലയാളത്തിൽ അല്ലേ. ഇതുപോലെ ഡാൻസും പാട്ടും ബഹളവും ജനം കൂടെ നിന്ന് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തൊരു സിനിമ അടുത്തുണ്ടായിട്ടില്ല.